ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാൻ നിങ്ങൾ മറക്കല്ലേ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്ന് എന്താ കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അച്ഛനമ്മമാർ നമ്മുടെ പെൺമക്കളോട് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ആ മക്കളോട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ മക്കളോടും ബാഡ് ടച്ചും ഗുഡ് ടച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം അവരുടെ ഇടയിലും പല രീതിയിലും ശാരീരിക ബുദ്ധിമുട്ട് ആൺകുട്ടികൾക്കും ഉണ്ടാവുന്നത് കൊണ്ടാണ് ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ശരീരത്തുണ്ടാവുന്ന അവരുടെ ഓരോ ഏജിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അച്ഛന്മാരെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ചെങ്കിലും നോക്കണേ കേട്ടോ. ചിലപ്പോൾ സമയത്തിരക്കൊക്കെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കുറച്ച് നേരമെങ്കിലും നിങ്ങളൊന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് നോക്കണം. ഇപ്പം പെൺമക്കളല്ലയോ ആമക്കളല്ലയോ കുഴപ്പമില്ല, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട എന്ന് ചിന്തിക്കരുത്. അവരിലും പല രീതിയിലും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് അതെന്താണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചെങ്കിലും അമ്മമാർക്ക് പറ്റുന്നില്ലെങ്കിൽ അച്ഛന്മാരെങ്കിലും കുറച്ച് കാര്യങ്ങൾ അത് മക്കളുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ആ ഒരു സുഹൃത്തിൻ്റെ മകന്, അതായത് അവരുടെ മകന് ഇതുപോലെ മൂത്തത് ഒരു മോനാണ്, ഇളയത് ഒരു മോനാണ്. അപ്പം മൂത്ത മോൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഈ ഇളയ മോൻ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ശരീരത്തെ മാറ്റം കണ്ടിട്ട് ഈ മോൻ ഓടി ചെന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ചേട്ടൻ്റെ ശരീരത്തിന് പല മാറ്റം ഉണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ച്. അവിടെ ആ അമ്മയുടെ അതിന് ആൻസർ പറയാൻ പറ്റാതെ ആ അമ്മ അവിടെ സ്റ്റക്കായിപ്പോയി. അതെന്താണെന്നുള്ളത് ആ ഒരു കുഞ്ഞിനെ അറിയാതെ വന്നതുകൊണ്ടാണ് ആ കുഞ്ഞ് അങ്ങനെ വന്നിട്ട് ചോദിച്ചത്. അപ്പം ആ ഒരു കുഞ്ഞിന് ഇപ്പം അതായത് നമ്മളൊരു പറയാറില്ലോ, 4 വയസ്സ് തൊട്ട് 5 വയസ്സ് തൊട്ട് പെൺകുട്ടികളോട് ഇന്ന ബാഡ് ടച്ചും ഗുഡ് ടച്ചും ശരീരത്തെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ അമ്മമാർ. അച്ഛന്മാരും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ആമക്കളോടും ഇന്ന വയസ്സിന് ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും മാറ്റം വരും, പിന്നെ ഹെയർ ഗ്രോത്ത് പലയിടത്തും ആൺകുട്ടികൾക്ക് ഒരു ഏജ് എത്തുമ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് അതൊന്നും അറിയാതെ വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുന്നത്. അമ്മമാർക്കപ്പോൾ നാണക്കേട് കൊണ്ടത് പറയാൻ പറ്റാതെ വരും. ചില അമ്മമാർ ആൻസർ പറയും, ചില അമ്മമാർ പറയാതെ ഇരിക്കും. കാരണം അവർക്ക് മോൻ എന്തോ വിചാരിക്കും എന്നുള്ള ആ ഒരു നാണക്കേട് കൊണ്ട് നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മോട്ടിവേഷൻ, അതായത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം ആൺമക്കളോട്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മളുടെ ആൺമക്കൾക്ക് കുറേയധികം ശരീരത്ത് മാറ്റം വന്നു കഴിയുമ്പോൾ കുറേ കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷെ ചില ആൺകുട്ടികൾക്ക് അത് മനസ്സിലാവാതെ വരും. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുക, എന്താ ഇങ്ങനെ ഉണ്ടാവുന്നത്, അങ്ങനെയാണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിനും ഒരു സമാധാനമൊക്കെയാണ് ഉണ്ടാകുന്നത്. ചിലപ്പം അവരുടെ കുട്ടികളുടെ മാറ്റം, ശരീരത്തെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് നല്ലോണം പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പം പഠിത്തത്തിലൊക്കെ മോശമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കും എന്താണ് അവരുടെ ചിലപ്പം ആ ഒരു മൈൻഡ്, നമ്മുടെ ശരീരത്തെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ ചില മാറ്റങ്ങളുണ്ടാവും. അപ്പം പെട്ടെന്ന് കയറിയിട്ട് മാർക്ക് വരുന്ന സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയരുത്. അതൊരു സമയത്തും ഒരു കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ക്ലിയറായി മാറും കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താണെന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു. എന്തായാലും നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.